ഹര ഹരോ ഹര ഹര. നമ്മള് അധോലോക നായകനാണോ? അധോലോക നായകനോ? ആമാ എന്ന് ചിലരൊക്കെ പറയണ കേട്ടു. ആ, പറയണവര് പറഞ്ഞോട്ടെ. ഉവ്വ. അല്ലാണ്ട് കുമാരനെ തകർക്കാൻ പറ്റിയ ഒരാള് വേറെ ആരാ ഉള്ളത്? അതിവിടെ ആമ്പിള്ളേരല്ലാഞ്ഞിട്ടാ. നമ്മളാരാണാവോ? ഹര ഹരോ ഹര ഹര. നമ്മെ കണ്ടിട്ട് മനസ്സിലായില്ല അല്ലേ? ഞാൻ സ്വാമി വേലായുധ, ദാമോദരന്റെ മാതുല്ലാഹു. ഓ, അത് ശരി. വേലായുധ സ്വാമികൾ. ആമാ. വേലിച്ചാമി എന്ന് വിളിക്കും. ആമാ. ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയി. ഇപ്പൊ കാവ്യ ഉടുത്ത് തെണ്ടലാണ് ജോലി. ഹര ഹരോ ഹര ഹര. അതെങ്ങനെ അറിഞ്ഞു? ഞാൻ വന്നിട്ട് 3-4 ദിവസമായില്ലേ. അത് ഞാൻ അറിഞ്ഞു. എവിടെയാ താമസം? ഞാനിപ്പോ സ്വാമി വേലായുധയെ പോലെയാണ്. ലോകമേ തറവാട്. എവിടെ വേണമെങ്കിലും തങ്ങാം. ഇവിടെ വേണമെങ്കിൽ ഇവിടെ. രാത്രി ആകാശവും നക്ഷത്രവും ഒക്കെ നോക്കി കിടക്കും. ഇനി അത് ശരിയല്ല. കുമാരനാണ് ആള്. നാഗമാണ് നാഗം. പകയുള്ളവനാ, സൂക്ഷിക്കണം. വരുന്നിടത്ത് വെച്ച് കാണാം. ഏതായാലും 5-8 ദിവസം ഇവിടെ തങ്ങിയേ പറ്റൂ. അത് കഴിഞ്ഞ അധോലോകത്തേക്ക് തിരിച്ചു പോകും. ഏത് ലോകത്തേക്ക് പോണെന്ന് തീരുമാനിച്ചിട്ടില്ല. അതെന്താ? അതങ്ങനാണ്. അതുവരെ തങ്ങാൻ ഒരിടം ശരിയാക്കാം. വാടക കൃത്യമായിട്ട് കൊടുത്താൽ മതി. കൊടുക്കാം. എവിടാണ്? നമ്മുടെ ആശ്രമം തന്നെ. ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. വാടക കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ എന്താണ് ഒരു ബുദ്ധിമുട്ട്? എന്തുപറ്റി? മത്സ്യം കടിച്ചോ? മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന. കാവിലെ പൂരത്തിന് ഇത്തിരി ചാന്തും പൊട്ടും ഒക്കെ മേടിക്കണം. ഭാന് കേക്കണ്ട, നല്ലത് കിട്ടും അവളുടെ. അവക്കതൊന്നും ഇഷ്ടമല്ല വെച്ചിട്ട് പെൺകുട്ടികളായ ഉടുത്തൊരുങ്ങി നിക്കണം. എന്നാലേ പെണ്ണ് ചോദിച്ച ആരെങ്കിലും വരൂ. ആ പോത്തിന് അത് വല്ലതും അറിയോ? ഓ, ഉടുത്തൊരുങ്ങി പൂവും ചൂടി ചുണ്ടത്ത് ചായം തേച്ച് നിക്ക്. വരും ഇഷ്ടം പോലെ ആൾക്കാര്. ഒരിക്കൽ സുന്ദരിക്കോത ചമഞ്ഞതിന്റെ സമ്മാനം ദാ ഒക്കത്തിരിക്കണ്. എന്നാടി അതിന് കൊടുക്ക്. അല്ലെങ്കിൽ തന്നെ നശിപ്പിക്കാൻ വേണ്ടി കച്ചുകെട്ടി ഇറങ്ങിയിട്ടുണ്ട് ചില ചെന്നായ്ക്കള്. എന്നാ തിന്നോ. നിനക്ക് എന്താ ഇന്ന് ചൊറിഞ്ഞ് ചൊറിഞ്ഞ്? ആ കുമാരൻ പിന്നെയും വല്ലതും പറഞ്ഞോടി? കുമാരനല്ല, എന്റെ പൊന്നാരേട്ട അനിയത്തിമാർക്ക് കൂട്ടിനൊരാളെ അയച്ചിണ്ടല്ലോ, വിശ്വനാഥൻ. അവനെ കണ്ടോടി? അയാള് കോറി ചെന്ന് ആ കുമാരനെ തല്ലി പഞ്ചറാക്കിയെന്ന്. നന്നായിപ്പോയി. തല്ലി കൊല്ലണോ? അയ്യടാ എന്താ സന്തോഷം. ചോദിക്കാനും പറയാനും നമുക്കൊരാളുണ്ടെന്ന് അറിയണത് നല്ലതല്ലേ? ഓ, മുത്തശ്ശനും അതന്നെയാ പറയണേ. ഇപ്പൊ അങ്ങാടിയിൽ എല്ലാരും പറയണത് എന്താണെന്നറിയോ? അയാൾ ഇവിടെയാ പൊറുതിന്ന്. ചേച്ചിയുടെ കൂടെയാണോ അനിയത്തിമാരുടെ കൂടെയാണോന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയണ്ടേ. പോരെ എന്നിട്ടിപ്പൊ നല്ലതാന്ന്. കൊറേയൊക്കെ നിന്റെ തോന്നലാ. നീ ഓരോന്ന് ആലോചിച്ച് പെരിപ്പിക്കുക. ഇത് അന്വേഷിക്കാനാ നാട്ടുകാർക്ക് നേരം. എനിക്ക് ഭ്രാന്താ. ഇനിയിപ്പൊ മുത്തശ്ശനും കൂടി അത് പറഞ്ഞോ. മുത്തശ്ശി, ദേ വേലുമാമന്റെ വീട്ടിലെ. അല്ല, ഈ കുമാരന് കൊടുത്തതും ദാമു പറഞ്ഞു വിട്ടതാ? അങ്ങനെ പ്രത്യേകം ഒന്നും പറഞ്ഞു വിട്ടിട്ടില്ല. അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യണം അയാളുടെ സ്ഥാനത്ത് നിന്ന്. എന്നെ കുറിച്ച് വല്ലതും പറഞ്ഞിരുന്നോ? എന്താ ചോദിക്കാൻ? അല്ല, ഞങ്ങള് കുടുംബക്കാരാണെങ്കിലും ഞങ്ങള് തമ്മിൽ അത്ര സുഖത്തിലല്ല. എന്ന് വെച്ചാൽ ഞാനും ആ പെണ്ണില്ലേ, ആ കാന്താരി മുളക്, എന്റെ അനന്തരവിള പെങ്ങട മോള്. പറഞ്ഞിട്ടെന്താ കാര്യം? ഈശ്വരവിശ്വാസം തീരില്ല. അല്ലെങ്കിൽ സന്യാസിയായ എന്നോട് കൊല്ലപ്പണി ചെയ്യാൻ അവളോടൊപ്പം ഞാൻ ഇരിക്കാൻ പറയോ? പൂവും ചന്ദനം എടുക്കേണ്ട കൈകൊണ്ട് ചുറ്റിക പിടിക്കാൻ പറഞ്ഞാല് അജ്ഞാനി. ഞാൻ പിന്നെ ക്ഷമിച്ചു. പാവാണേ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ മറ്റവനെ വിളിക്കും. ആരെയാ? ദേ ആ തറയിലിരിക്കണോ ചാത്തൻ. അതാണോ ചാത്തൻ? അതെ. വിളിക്കട്ടെ? വേണ്ട. വിളിക്കണോ? വേണ്ട വേണ്ട. പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടല്ലോ. മൂപ്പര് വന്നാൽ പിന്നെ നമുക്ക് എന്തും ചെയ്യിക്കാലോ. മുണ്ടും തുണി കഴുകും, പെരേ മുറ്റടിച്ചു വാരും, കഞ്ഞി വെക്കും, അരയ്ക്കും, കൂട്ടാൻ വെക്കും. ഞാൻ മൂപ്പരെ കൊണ്ടല്ലേ ഇതെല്ലാം ഇവിടെ ചെയ്യിക്കണേ. അതാണ് ഈ വീട് ഇത്ര ഭംഗിയായിരിക്കുന്നത് അല്ലേ? അതെ അതെ. എനിക്ക് കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിച്ചുകൂടെ? കളിയാക്കാണോ? കളിയാക്കണ്ട, കളി പഠിക്കും. കണ്ണീരണിന്തത് എന്നെ 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 കാവിയുടുത്തത് എന്നെ. അവയാറ് വരണ്ട്. മുത്തശ്ശി പതുക്കെ.
നീ എവിടെയായിരുന്നു? മുത്തശ്ശി ആരോടൊക്കെ ചോദിച്ചു, എവിടൊക്കെ അന്വേഷിച്ചു? ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു മുത്തശ്ശി. എന്നിട്ട് എന്നെ വന്നൊന്ന് കണ്ടില്ലല്ലോ. ദാമു സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞു, മുത്തശ്ശി നല്ലോണം നോക്കണം അവനെ എന്നെ പോലെന്ന്. അവനറിയുന്നുണ്ടോ കുടുംബത്ത് വന്നപ്പോ ആട്ടി പായിച്ചു. സാരമില്ല മുത്തശ്ശി. അതിന് അമ്മ എന്തിനാ വിഷമിക്കണേ? അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. ഇതും നമ്മ വീട് തന്നെ. അതിന് പണവും മേടിച്ചിട്ടുണ്ടാവും നീയെ. എന്നെ എനിക്കറിയാൻ പാടില്ലേ? എന്റെ വയറ്റിൽ കുരുത്തതാ, ഒരു കഷ്ണം പോകല. എന്താടി തെക്കേലേക്ക് ഒരു നോട്ടം? ഒന്നുമില്ല. ഇനി ഒരു പേരുദോഷം കേൾപ്പിച്ച എല്ലാരും ഇത്തിരി വിഷം തന്ന് ഞാനും അങ്ങോട്ട് ചാവുകയുള്ളൂ. എന്താ നോക്കണേ? കരയാൻ വേണ്ടി പറഞ്ഞതല്ല. അയാൾ എന്തിനെവിടെ ചുറ്റിപ്പറ്റണേന്ന് എനിക്കറിയില്ല. എനിക്ക് പേടിയാടി. മുത്തശ്ശിയെ വിളിക്കാൻ രാജ അങ്ങോട്ട് പോയിട്ട് കണ്ടില്ല. അതാ ഞാൻ. ഇവറ്റൊക്കെ ഒന്ന് പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്തെങ്കിലും ആയിക്കോട്ടെ. എന്നിട്ട് മോന്റെ നാട് എവിടെയാ? ബോംബെയില്. അല്ല, ഗുരുവായൂരടുത്താ. ഇപ്പൊ അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല. 14 വയസ്സില് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നാട് വിട്ടതാ. അച്ഛനും അമ്മയൊക്കെ ഇല്ലേ? എൻ്റെ അച്ഛനെ കണ്ട ഓർമ്മ എനിക്കില്ല. എനിക്ക് 3 വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ച. പിന്നെ 4-5 വർഷം കഴിഞ്ഞപ്പോ എൻ്റെ അമ്മ വേറൊരാളെ കല്യാണം കഴിച്ചു. എൻ്റെ അമ്മയുടെ കല്യാണത്തിന് ഞാൻ പപ്പടം വിളമ്പിയിട്ടുണ്ട്. ഉവ്വാ, എന്റെ അമ്മയുടെ കല്യാണത്തിന് ഞാൻ പായസം വിളമ്പിയിട്ടുണ്ട്. പറഞ്ഞതുപോലെ എന്റെ അമ്മയുടെ കല്യാണത്തിന് ശേഷമാണല്ലോ ഞാൻ ഉണ്ടായതല്ലേ. ഔവ്വയ്യേ. ആ കുടിയില് മക്കളില്ലേ? ഒരു അനിയനും അനിയത്തിയും ഉണ്ടായിരുന്നു. അതിന് താഴെ ഉണ്ടോന്നറിയില്ല. വീടുമായിട്ട് പിന്നെ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. അയ്യോ, അതെന്താ? പറ്റിയില്ല. ഒക്കെ ഒന്ന് വിളക്കി ചേർക്കണം. അമ്മയെ പോയി കാണണം, ചെറിയച്ഛനെയും. ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്, അതൊക്കെ തിരുത്തണം. എന്നിട്ടൊന്ന് ജീവിക്കണം. ദേ കരിങ്കാളി ഇളകി. അയ്യോ, അങ്ങനെയൊന്നും വിളിച്ചേക്കല്ലേ, കൊന്നാളെ തന്നെ. മുത്തശ്ശി പോവാ. ഞാനില്ല ഇപ്പൊ, നീ വെക്ക. ചത്തോ? ദേ വിളിയേക്ക്. എനിക്ക് വയ്യ വിളിച്ചു പോവാൻ. കാവൽക്കാരൊക്കെ ഇന്ന നാളെ പോവും. പിന്നെ നമ്മൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും. അല്ലേ ജമാല്? കുമാരേട്ടാ, ദേ അയാള്. എന്തൊക്കെയാ കുമാരേട്ടാ, സുഖമല്ലേ? ഞാൻ പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ. അങ്ങനെ മറക്കണവനല്ല കുമാരൻ. അതാ നല്ലത്. എപ്പോഴും ഒരു ഓർമ്മ ഉണ്ടാവണതാ നല്ലത്. പേടിച്ചു പോയാ? പൊയ്ക്കോ. ഇവിടെ ആണെങ്കിൽ നടക്കടി. മുത്തശ്ശി നാളെ കാലത്ത് വരാന്ന്. പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോന്നേ? അവിടെ കൂടായിരുന്നല്ലോ. മേലാൽ എന്റെ അനുവാദം ഇല്ലാണ്ടാ പഠിക്കകത്ത് കേറിയ കാലിന്റെ മുട്ടി ഞാൻ തല്ലി പിടിക്കും. വീർപ്പിക്കാണ്ട് കേറി പോടി. അതെ, എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ എവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങണേ? അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഏട്ടന്റെ കൂട്ടുകാരനാണെങ്കിൽ വന്ന് വിവരം പറഞ്ഞ് പൊക്കൂടെ? പൊയ്ക്കോളാം പെങ്ങളെ. ഒരു 3-4 ദിവസം എനിക്കിത്തിരി ജോലിയുണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പാട് നോക്കി പൊയ്ക്കോളാം. വേറെ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും എനിക്കില്ല. ഞാനൊരു മുത്തശ്ശി എന്താ ആലോചിക്കണേ? ഞാൻ എന്റെ ദാമുവിനെ കുറിച്ച് ഓർത്തതാ. വൈകുന്നേരം ആവുമ്പോ അവൻ എന്നെയും കൂട്ടി ഇവിടെ വന്നിരിക്കും. എന്നിട്ട് ഇതുപോലെ വായി തോന്നണതൊക്കെ ചോദിച്ചോണ്ടിരിക്കും.
ചിലപ്പോ ചില പാട്ടും കൂത്തും സംഗീതം ഒക്കെ ഉണ്ടാവും. അത്താഴം വിളമ്പണ നേരത്ത് സുമ അവിടെ നിന്ന് വിളിക്കും. എന്റെ കുട്ടി ഇപ്പൊ കണ്ണെത്താത്ത നാട്ടില് ആരോരും ഇല്ലാണ്ട്. ഭഗവതി, എന്താ ആലോചിക്കണേ? ഏയ്, ഞാൻ വെറുതെ എന്നെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ദാമുവിനെ എല്ലാവരും എത്ര സ്നേഹിക്കണ. എനിക്ക് കൊതി വരിക. എനിക്കിങ്ങനെ ഓർക്കാൻ ആരുമില്ല, ഒന്നുമില്ല. ഉള്ളത് തന്നെ ഒന്നും നല്ലതുമല്ല. ആർക്കും വേണ്ടാത്ത, ആരോരും ഇല്ലാത്തൊരു ജീവിതമായിരുന്നു. ചാവുമ്പോ പോലും ഒരു തെരുവ് പട്ടി ചാവണ പോലെ ഏതെങ്കിലും ഒരിടത്ത്. എന്തൊക്കെ ഈ ചെക്കൻ പറയണേ? എല്ലാരും ഈ ലോകത്തിലേക്ക് ഒറ്റയ്ക്ക് തന്നെയാ വരണേ. പിന്നെ എല്ലാരും ഉണ്ടാവണേ. നാട്ടിൽ അമ്മയും കൂടപ്പിറപ്പുകളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? എല്ലാരും ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്ത പോലെ. അതൊരു കഥ. മുത്തശ്ശിക്ക് എന്നോട് ശരിക്കും ഇഷ്ടമാണോ? ദാമുവിനോടുള്ള ഇഷ്ടത്തിന്റെ ഒരു ഇത്തിരിയെങ്കിലും ഏ? എന്താ ചിരിക്കണേ? ഈ തടി ഒമ്പത്തരയൊക്കെ ഉള്ളൂ. വെറും കൊച്ചു കുട്ടികളുടെ പോലെയാ. സൂര്യചന്ദ്രന്മാരെ ഇഷ്ടമല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? പറ. ഇല്ല. പൂക്കള്, കിളികള്, പുഴ, പാട്ട്, നല്ല കഥ, നല്ല ചോറും കൂട്ടാന്, നല്ലൊരു വീട്, അങ്ങനെ നല്ലതൊക്കെ എല്ലാവർക്കും ഇഷ്ടാ. ഞാൻ നല്ലതാണെന്നാണ് മുത്തശ്ശി പറയണേ. നീ എന്റെ ദാമുവിനെ പോലെ തന്നെ എനിക്ക്.